കാവശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജീവനം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ നടത്തിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാസിം ഉദ്ഘാടനം ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കേട്ട് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ഇപ്പോൾ ക്ഷീരകർഷകർ നമ്മുടെ അധ്യക്ഷ പറഞ്ഞ പോലെ ക്ഷീരകർഷകർ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ ചുണ്ടക്കാട് സൊസൈറ്റി ഉണ്ട്. മുമ്പൊക്കെ 350-400 ലിറ്റർ പാലളന്നത് ഇപ്പോൾ 75-80 ലിറ്റർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുമ്പിരിക്കുന്ന കറുപ്പേട്ടൻ, അതുപോലെ തന്നെ സുന്ദരേട്ടൻ, വേലയിലട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ നിറയെ പശു കലർന്ന് നമ്മുടെ സൊസൈറ്റിയിൽ പാല് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇനി അതിലൂടെ ഇപ്പോൾ ഈ കുടുംബശ്രീ പദ്ധതിയിലൂടെയും മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ നിങ്ങൾ നേരെ 10 മണിക്ക് വന്ന ആളുകളുണ്ട്. അത് ഞാൻ സമയം തീർപ്പിക്കുന്നില്ല. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. സംഗീത ബൈജു അധ്യക്ഷയായി. ഡോക്ടർ സജിത്ത് ക്ലാസ് എടുത്തു. അപ്പോൾ നമ്മൾ 2-3 കാര്യം, അതായത് ചില ഇനം പശുക്കൾക്ക് എന്തുണ്ടാവും, ചൂട് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള പശുക്കൾക്ക് അവർ വെയിൽ കൊള്ളുമ്പോഴേക്കും, വെയിൽ തുടങ്ങുമ്പോഴേക്കും അവർ കിതയ്ക്കാൻ തുടങ്ങും. ഇല്ലേ? കിതയ്ക്കാൻ പറഞ്ഞാൽ നാവ് പുറത്തിട്ടിട്ട് കിതയ്ക്കാൻ തുടങ്ങി. ചിലത് വെള്ളം ഇങ്ങനെ നാവ് കൂടെ വെച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് പശു നാവ് പുറത്തിട്ട് കിതയ്ക്കണേ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ നായയാണെങ്കിലും പശു ആണെങ്കിലും ഒക്കെ നാവ് ഇങ്ങനെ പുറത്തിട്ടാണ് അവർ കിതയ്ക്കുക, അല്ലേ? അതെന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടോ? കിതയ്ക്കുക അല്ലെങ്കിൽ വേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചൂട് പുറത്തേക്ക് പോവുക. നമ്മുടെ ശരീരം മൊത്തം വേർക്കും, ഇല്ലേ? എന്താണ്? നമുക്ക് രോഗം ശരീരത്തിൽ ഇല്ല. നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? വേർപ്പ് ഗ്രന്ഥികളുണ്ട്. പശുവിനൊക്കെ അത് വളരെ കുറവാണ്. അതുകൊണ്ട് വായ തുറന്ന് കിതച്ചാലാണ് ആ ചൂട് പുറത്തേക്ക് പോകുള്ളൂ. അതാണ് അവരിങ്ങനെ വായ തുറന്ന് നമ്മൾ പറയാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാൻറ്റിങ്. നായയാണെങ്കിലും പശു ആണെങ്കിലും പാൻറ്റിങ്, നാവ് പുറത്തേക്ക് കിതയ്ക്കും, വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വെച്ചുകൊണ്ടിരിക്കും. ഈ വെള്ളം, ആ ചൂട് വെള്ളം പുറത്തു പോകുമ്പോഴാണ് അവരുടെ ശരീരം തണുക്കുക. ഗ്രാമപഞ്ചായത്ത് അംഗം സരള, ഇ ജമീല, ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.